അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6ലെ 5th ലെസൺ എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്കൂൾ എന്ന ലെസണാണ്. സോ ബിഫോർ യു റീഡ്, ഡു യു നോ ദീസ് വേർഡ്സ്? ഇഫ് യു കുഡൻറ്റ് ഫൈൻഡ് ഔട്ട് ദെയർ മീനിങ്സ്: bandage, crutch, cripple, honor, misfortune, system. Look at the picture in the unit and guess in what way this school may be different from the other school. ഓക്കെ, അപ്പോൾ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം എന്താണ്, ഒരു കുട്ടിയെ കണ്ണ് കെട്ടിച്ച് മറ്റേ കുട്ടി നടത്തുന്നു അല്ലേ. അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം എന്താണ്, ഈ ലെസൺ വളരെ വലിയൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത് അല്ലേ. ദിസ് ലെസൺ ഈസ് എ മെസ്സേജ് അബൌട്ട് ഹൗ ഡൂയിങ് സിമ്പിൾ തിങ്സ് ക്യാൻ മേക്ക് ലേണിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസിയർ. ഒരു ചെറിയ കാര്യം പഠിക്കുകയാണെങ്കിൽ കൂടി അതെങ്ങനെ ഇൻട്രസ്റ്റിങ്ങും അതേപോലെ തന്നെ ഈസിയറുമായിട്ട് പഠിക്കാം എന്നാണ് ഈ ലെസൺ നമ്മെ പഠിപ്പിക്കുന്നത്. ലേണിംഗ് വൈൽ ഡൂയിങ് is the best way to learn different things. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് ചെയ്തുകൊണ്ട്, ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ആണ് പഠിക്കുന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, മോർ ഓവർ അതർ ദാൻ ലേണിംഗ് റുട്ടീൻ തിങ്സ് വി നീഡ് ടു മേക്ക് അവർ സെൽഫ് അവെയർ ആൻഡ് കൺസേൺഡ് അബൌട്ട് ദ എൻവയോൺമെൻറ്റ്, ഇറ്റ്സ് പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുള്ള എൻവയോൺമെൻറ്റായിട്ട് അല്ലെങ്കിൽ പുറത്തത്തെ പ്രോബ്ലംസ് എന്താണ് ഇതിനൊക്കെ പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കും. ഹൗ വി ക്യാൻ മേക്ക് ചിൽഡ്രൻ മോർ റെസ്പോൺസിബിൾ ആൻഡ് അവെയർ സിറ്റിസൺ. ഒരു നല്ല പൗരനെ വാർത്തെടുക്കാൻ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. എന്താ, പുറത്തെ കാര്യങ്ങളെ പറ്റി അറിയണം, അതേപോലെ തന്നെ എന്താണ്, ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി പഠിക്കണം. അത് ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനെയൊക്കെ പറ്റി, ഈ വാല്യൂസിനെയൊക്കെ പറ്റി പഠിക്കാനാണ് നമ്മൾ ഈ ലെസൺ പഠിക്കുന്നത്. ഓക്കെ, I heard a great deal about Miss Beam's school, but now till last week did the chance to come to visit it. ഓക്കെ, അപ്പോൾ നറേറ്റർ എന്താ പറയുന്നത്, നറേറ്റർ മിസ് ബീമിൻ്റെ സ്കൂളിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് അയാൾക്കൊരു ചാൻസ് കിട്ടിയത് ടു വിസിറ്റ് ദ പ്രീവിയസ് വീക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ്, ലാസ്റ്റ് വീക്ക് മുതൽ അയാൾ നോക്കി നടക്കുകയാണ്. ബട്ട് നോട്ട് ലാസ്റ്റ് വീക്ക് ഡിഡ് ദ ചാൻസ് ടു കം ഇൻ. ലാസ്റ്റ് വീക്ക് കിട്ടിയില്ല, അപ്പോൾ ഈ വീക്കാണ് അയാൾക്കൊരു ചാൻസ് കിട്ടിയത്. വെൻ ഐ അറൈവ്ഡ് ദർ വർ നോ വൺ ഇൻ സൈറ്റ് ബട്ട് എ ഗേൾ അബൌട്ട് 12. ഹെർ ഐസ് വർ കവേർഡ് വിത്ത് എ ബാൻഡേജ് ആൻഡ് ഷീ വാസ് എ being led carefully between the flower beds by a little boy who was about 4 years younger. She stopped and looked like she asked him who had come. He seemed to be describing me to her. Then they passed on. Okay, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? When the narrator reached, narrator ആ സ്കൂളിൽ ചെന്നപ്പോൾ no one was there to accept. അവിടെ കണ്ടത് ആരെയാണ്? ഒരു പെൺകുട്ടീനെയും അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയാണ്. അതേപോലെ ഈ പെൺകുട്ടിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, അവളുടെ കണ്ണുകൾ ഒരു ബാൻഡേജ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ 4 years യങ്ങർ ആയിട്ടുള്ള ഈ ബോയ് എന്താണ്, ആ കുട്ടിയെ ഗൈഡ് ചെയ്ത് നടത്തിക്കുകയാണ്, ഫ്ലവർ ബെഡ്സിൻ്റെ ഇടയിലൂടെ സൂക്ഷിച്ച് നടത്തുകയാണ്. ഷി സ്റ്റോപ്ഡ്. അപ്പോൾ ഈ നറേറ്റർ വന്ന ഒച്ച കേട്ടിട്ട് എന്ത് ചെയ്തു, ആളവിടെ നിർത്തിയിട്ട് ചോദിച്ചു ആരാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ്, ഈ ബോയ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇങ്ങനെ ഒരാളാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, അവർ നടന്നങ്ങ് പോയി. മിസ് ബീം വാസ് ഓൾ ദാറ്റ് ഐ ഹാഡ് എക്സെപ്റ്റഡ്. Middle age, full of authority, yet kindly and understanding. Her hair was being to turn grey, and she had a kind of plump figure that is likely to be comforting to a homesick child. I asked her some questions about her teaching method, which I had heard were simple. Okay, അപ്പോൾ എന്താണ്, അപ്പോൾ നറേറ്റർ മിസ് ബീമിനെയാണ് പ്രതീക്ഷിച്ചത്. മിസ് ബീം എങ്ങനത്തെ ഒരാളായിരുന്നു, ലേഡി ആയിരുന്നു. വാസ് എ മിഡിൽ ഏജ്, ഒരു മധ്യവയസ്ക. ഡോമിനേറ്റഡ് യെറ്റ് ഫ്രണ്ട്ലി, നല്ല അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ തന്നെ അവരുടെ മുടി ഗ്രേഷ് ആയി തുടങ്ങിയിരുന്നു. ഷി വാസ് ഫാറ്റ്, കുറച്ച് തടിച്ച്, പമ്പ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് ഫാറ്റി, ആൻഡ് പ്രോബബ്ലി വാസ് ട്രൈങ് ടു മേക്ക് ഹോം സിക്ക് ചൈൽഡ് ഫീൽ സോ ഈസി. ദ ഓദർ ക്വസ്റ്റ്യൻ അബൌട്ട് ഹെർ സിമ്പിൾ, എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് ഓദർ ചോദിച്ചു. നോ മോർ ദാൻ is needed to help them.
to learn how to do things, simple spellings, addition, subtraction, multiplication, and writing. The rest is done by reading to them and by interesting talk, during which they had to sit still and keep their hands quiet. They are practically no other lessons. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. എന്താണ്? ചെറിയ മാത്സ്, അതേപോലെ തന്നെ സ്പെല്ലിങ്സ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ തന്നെ കുറച്ച് റൈറ്റിംഗ്. ബാക്കിയുള്ളത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ദ റെസ്റ്റ് ദ ലേണിംഗ് വാസ് ഡൺ ബൈ റീഡിങ് ടു ദം. അവർക്ക് വായിച്ചു കൊടുക്കും. അതേപോലെ തന്നെ അവരുടെ ഇടയ്ക്ക് എന്താണ്, ചെറിയ ചെറിയ ഡിബേറ്റ്സ് നടത്തും. ഡ്യൂറിങ് വിച്ച് ദേ വർ സപ്പോസ് ടു ബി സ്വിറ്റ് ക്വയറ്റ്. ആ സമയത്ത് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇങ്ങനെ വായിച്ചു കൊടുക്കുന്ന നേരത്തൊക്കെ അവർ എന്ത് ചെയ്യണം? സൈലൻ്റ് ആയിട്ടിരിക്കണം. ഒന്നും കൈയും കാലും നടക്കാണ്ട് മിണ്ടാണ്ട് ഇരിക്കണം. എക്സെപ്റ്റ് ദിസ് വർ ആക്ച്വലി നോ അതർ ദാൻ ലെസൺ. ഇതല്ലാണ്ട് വേറെ ലെസൺസ് ഒന്നുമില്ല. ബാക്കിയൊക്കെ എന്താണ്? പ്രാക്ടിക്കലായിട്ട് അവർ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ജോലികളാണ്. ഓക്കെ, the real aim of this school is not so much to teach as so to teach thoughtfulness, kindness to others, and being responsible citizen. Look out the window a minute, will you? അപ്പം എന്താ പറഞ്ഞു? ഈ സ്കൂളിലെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളിലെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ നല്ല ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് ഡെവലപ്പ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യാൻ, അതേപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കാൻ. ഇതൊക്കെയാണ് ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഗുണങ്ങൾ. ദെൻ ഷീ ആസ്ക് മീ ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. അതിനുശേഷം എന്ത് ചെയ്തു? ഓദറിനോട് പുറത്ത് വിൻഡോയിലോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഓക്കെ, ഐ വെൻറ്റ് ടു ദ വിൻഡോ വിച്ച് വാസ് ഓവർലുക്ക്ഡ് എ ലാർജ് ഗാർഡൻ ആൻഡ് എ പ്ലേ ഗ്രൗണ്ട് അറ്റ് ദ ബാക്ക്. വാട്ട് ഡു യു സീ, മിസ് ബീം ആസ്റ്റ്. ഓക്കെ, അപ്പോൾ നരേറ്റർ പുറത്തോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ എന്താണ്? ഒരു വലിയ ഗ്രൗണ്ട്, അതിൽ ധാരാളം പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ധാരാളം പിള്ളേർ എന്താണ്? ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ലാർജ് ഗാർഡൻ, പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ കണ്ടതെന്ന് മിസ് ബീം ചോദിച്ചു. I see some very beautiful ground, I said, and a lot of jolly children. It was not so healthy and active looking when I came in. I saw one poor little girl being led about. She was some trouble with her eyes. Now I can see two more with the same difficulty, and there is a girl with a crutch watching the other at play. She seems to be like hopeless cripple. ഓക്കെ, അപ്പം നരേറ്റർ പുറത്ത് കണ്ട കാഴ്ചകൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്തൊക്കെയായിരുന്നു? ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡൻ, അവിടെ ധാരാളം ചിൽഡ്രൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ വന്നപ്പോൾ കണ്ട ആ കാഴ്ചയില്ലാത്ത കുട്ടിയെപ്പോലെ 2-3 വേറെ കുട്ടികളും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, കാലിന് വയ്യാത്തൊരു കുട്ടിയുണ്ട്. അങ്ങനെ അയാൾ കണ്ടത് മൊത്തം എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. ഓക്കെ, Miss Beam laughed. Oh no, she said. She is not really lame. This is only her lame day. The others are not blind either. It would be their blind day. I must have looked very surprised, for she laughed again. ഓക്കെ, അപ്പം എന്ത് പറഞ്ഞു? അയ്യോ, നിങ്ങൾ വിചാരിച്ചതൊക്കെ തെറ്റാണ്. ആ കുട്ടി ലെയിം അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഒരു ആക്ടിങ് ഡേ ആണ്. ഓക്കെ, അവർക്ക് കണ്ണിനോ കാതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇന്ന് അവരുടെ ഇങ്ങനെ ആക്ട് ചെയ്യണം, ബ്ലൈൻഡായിട്ട് പോലെ ആക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പം കാലിനും വയ്യെങ്കിൽ അതേപോലെ ആക്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ ആക്ട് ചെയ്യേണ്ട ദിവസമാണ്, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ചിരിച്ചു. മിസ് ബീം ചിരിച്ചു. This is very important part of our system to make our children appreciate and understand misfortune. We make them share the misfortune too. Each term, every children has one blind day, one lame day, one deaf day, and one injury day, and one dumb day. During the blind day, their eyes were bandaged absolutely, and they are on their honor not to peep. The bandage is pulled on overnight, so they wake blind. This means that they need help with everything. Other children are given the duty of helping them and leading them about. They all learn so much this way, both blind and helpers. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്?
ഇവർ ഇത് ഈ ടേമിൽ ഒരു ടേമിൽ അവർക്ക് ഇത്രയും ഇത് ഒരു ടേമിൽ ഒരു കാര്യമാണ്. ഈ ടേമിൽ അവർ എല്ലാ ടേമിലും ഇതേപോലെ ഒരു ബ്ലൈൻഡ് ഡേ, ഒരു ലെയിം ഡേ, ഒരു ഡെഫ് ഡേ, ഒരു ഇഞ്ചുറി ഡേ, അല്ലെങ്കിൽ ഒരു ഡം ഡേ എന്തായാലും അവർക്കുണ്ട്. എന്താണ് ഒരു ബ്ലൈൻഡ് ഡേ ആണെങ്കിൽ എന്താണ് അവർ രാവിലെ മുതൽ രാത്രി കിടക്കുന്നതിന് മുന്നേ കണ്ണ് കെട്ടി വെക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫുൾ ബ്ലൈൻഡ് ആയിട്ടാണ് അവർ എണീക്കുന്നത്. മറ്റുള്ളവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ലൈമായിട്ടുള്ളവരെയൊക്കെ ഹെൽപ്പറായിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് ബ്ലൈൻഡിൻ്റെ ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലാവും. ഒരു ഹെൽപ്പറിൻ്റെ രീതിക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നും ഈ പിള്ളേരിൽ ആ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, there is no mystery about it, Miss Beam continued. Everyone is very kind, and it is really something of a game. Before the day is over, thought even the most thoughtless child realizes what misfortune is. Okay, അപ്പോൾ എന്താണ് ഇതിൽ ദർ ഇസ് നോ മിസ്റ്ററി, ഇതിൽ പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടി ഒന്നുമില്ല. എന്താണ് ദിസ് ടൈപ്പ് ഓഫ് ഒരു ഗെയിം പോലെ എടുത്താൽ മതി. ഈവൻ വെരി കെയർലെസ്, ഒട്ടും കെയർനെസ് ഇല്ലാത്തൊരു ചൈൽഡ് വരെ ഈ ദിവസത്തിൻ്റെ അവസാനം കുറേ കാര്യങ്ങൾ, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ പഠിക്കും. അല്ലെങ്കിൽ എന്താണ് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ ഡെവലപ്പ് ചെയ്യും. ദ ബ്ലൈൻഡ് ഡേ ഓഫ് കോഴ്സ് really the worst, but some of the children tells me that dumb day is the most difficult. We cannot bandage children's mouth, so really have to exercise their willpower. Come into the garden and see for yourself how children feel about it. ഓക്കെ, അപ്പം മിക്ക പിള്ളേരും പറയുന്നത് ബ്ലൈൻഡ് ഡേ അത്ര പ്രശ്നമൊന്നുമില്ല, ബട്ട് എന്താണ് ഡം ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് വായ മൂടി വെക്കുക. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, അപ്പം മിണ്ടാണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡം ഡേ എന്താണ് നമ്മുടെ വിൽ പവറിനെ ചെക്ക് ചെയ്യാനുള്ളൊരു എക്സസൈസാണ് എന്നാണ് പറയുന്നത്. സോ എന്താണ് നമ്മുടെ ഗാർഡനിലൊക്കെ വന്ന് എങ്ങനെയാണ് പിള്ളേർ ഇതൊക്കെ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. മിസ് ബീം ലീഡ് മീ ടു അനദർ ബാൻഡി ഗേൾ. ഹിയർ ഇസ് എ ജെന്റിൽമാൻ കം ടു ടോക്ക് യു, സെറ്റ് മിസ് ബീം ആൻഡ് ലെഫ്റ്റ് us. അപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്തു ഇരുത്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു ജെന്റിൽമാൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, അയാളോട് സംസാരിക്കുക. അതിന് ശേഷം മിസ് ബീം പോയി. ഓക്കെ, ഡോണ്ട് യു എവർ പീപ്പ്, I asked the girl. Oh no, she exclaimed. That would be cheating. But I had no idea it was so awful to be blind. You can't see a thing. You feel you are going to be hit by something every moment. It is such a relief just to sit down. Okay, അപ്പോൾ എന്താണ് ഈ നമ്മുടെ മിസ് ബീം ഇവിടെ ഈ കുട്ടിയുടെ അടുത്താക്കിയിട്ട് പോയി. ഓക്കെ, അപ്പം നരേറ്റർ ചോദിക്കുകയാണ്, ഇഫ് ഷീ എവർ ട്രൈ ടു ലുക്ക് ഔട്ട്, എന്തെങ്കിലും നീ കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ, നീ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഈ ബാൻഡേജിൻ്റെ ഇടയിൽ കൂടി പുറത്തോട്ട് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഗേൾ എന്ത് പറഞ്ഞു, ഇല്ല, ഞാൻ ഇതുവരെ ചീറ്റിങ് ചെയ്തിട്ടില്ല, അത് ചീറ്റിങ് പോലെ ആവും. ബിഫോർ ദിസ് എക്സ്പീരിയൻസ് ഷീ നെവർ റിയലൈസ് ബീങ്, ഇതിനു മുന്നേ എനിക്ക് ഇതേപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് എങ്ങനെയാണ്, ഒരു കണ്ണ് കാണാത്ത ആൾക്ക് എങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമെന്ന് എനിക്കിപ്പം മനസ്സിലായി. എവറി സ്റ്റെപ്പ് ഓൺ ഫിയർ ബീങ് ഹിറ്റ് ബൈ സംതിങ്, ഓരോ അടിയിലും ഞാൻ എന്തിനെങ്കിലും പോയി തട്ടോ എന്നൊരു വിചാരം. ജസ്റ്റ് സിറ്റിംഗ് ഡൗൺ വാസ് കംഫർട്ട്, അപ്പോൾ ഇരിക്കലാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. ആർ യുവർ ഹെൽപ്പേഴ്സ് കൈൻഡ് ടു യു, ഐ ആസ്, നിൻ്റെ ഹെൽപ്പേഴ്സ് നിന്നോട് കൈൻഡ് ആണോ? ഫെയർലി, ബട്ട് ദേ ആർ നോട്ട് ആസ് കെയർഫുൾ ആസ് ഐ ഷാൽ ബി ദെൻ ഇറ്റ് is my turn. Those that have been blind already are the best helpers. It's perfect ghastly not to see. I wish I would try. Shall I lead you anywhere? I asked. Okay, അപ്പോൾ എന്താണ് പറഞ്ഞത്, നിങ്ങളുടെ ഹെൽപ്പേഴ്സ് നിങ്ങളോട് കൈൻഡ് ആണോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ പറഞ്ഞു എന്താണ് ഷീ റെസ്പോൺസ് പോസിറ്റീവ്, ബട്ട് അക്കോർഡിംഗ് ടു അവളുടെ വിചാരത്തിൽ ഓക്കെ കുഴപ്പമില്ല, ബട്ട് എന്താണ് അവൾ ഹെൽപ്പ് ചെയ്ത, അവൾ ബ്ലൈൻഡേക്ക് ഹെൽപ്പറായിരുന്നപ്പോൾ ഹെൽപ്പ് ചെയ്ത പോലെയൊന്നും ഈ ഹെൽപ്പേഴ്സ് ചെയ്തിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. As per her statement, people who had experienced blindness become better helpers as they are not able to understand.
ആദ്യം ബ്ലൈൻഡായിരുന്ന് പിന്നെ ഹെൽപ്പർ ആവുകയാണെങ്കിലാണ് നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുള്ളൂ. എന്നാലാണ് നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ എത്രമാത്രം ഡിഫിക്കൽറ്റി ആണെന്ന്. ഓക്കെ, ദ ഇനബിലിറ്റി ടു സീ വാസ് സ്കേറി. കാഴ്ചയില്ലായ്മയിരിക്കൽ വളരെ പേടിപ്പിക്കുന്നതാണ്. ഫുൾ ഓഫ് ഫിയർ. ഷി വിഷ് ഹി കുഡ് ബി ഗീവ് എ ട്രൈ. അപ്പോൾ നമ്മുടെ ഓദറും ഒരു ട്രൈ ചെയ്യണം എന്നാണ് കുട്ടി പറയുന്നത്. Oh yes, she said. Let you go for a little walk. Only you must tell me about things. I shall go so glad when today is over. The other bad days can be half as bad as this. Having legs tied up the hopping about a crutch is almost fun, I guess. Having an arm tied up is bit more trouble. You can't because you can't eat without help. Things like that. I don't think I will mind being deaf for a day. At least not much. But being blind is so frightened. My head ache all the times just from rotting that I will get hurted. Where are we now? Okay, അപ്പം എന്താണ് പറഞ്ഞത്? നമ്മൾ യെസ് ഞാനും ട്രൈ ചെയ്യാം, ഞാനും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? അവർക്ക് കുട്ടി പറഞ്ഞു എന്താണ് നമുക്ക് കുറച്ച് നടക്കാം എന്ന് പറഞ്ഞു. ഷീ ഓൾസോ ഹാസ്ക്ഡ് ഹിം ടു ടെൽ അബൌട്ട് തിങ്സ്. ഷീ സെഡ് ഷീ വുഡ് ബി ജോയ് വൺ ഡേ ഇസ് ഓവർ. ഈ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആവും. എന്താണ്? ഷീ ഫർദർ സെഡ് ദാറ്റ് ഈവൻ ദ ബാഡ് ഡേയ്സ് വുഡ് ബി ഹാഫ് എസ് ബെറ്റർ ദാൻ ടു ബി ബ്ലൈൻഡ്. ചില ദിവസങ്ങളിൽ എന്താണ് നമ്മുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് ഈ ബ്ലൈൻഡിനെയാണ് കുറച്ചും കൂടി നല്ലത്. ഇൻ ഹെർ ഒപ്പീനിയൻ അതർ തിങ്സ് വർ ഫൺ ലൈക്ക് ടു ഹാവ് ലൈക്ക് ബാക്കിയുള്ള എന്താണ് കൈ മുറിഞ്ഞ പോലെ കെട്ടിവെക്കലും അതേപോലെ കാല് കെട്ടിവെക്കലൊക്കെ എന്താണ് ജസ്റ്റ് ലൈക്ക് ഫൺ പോലെയാണ്. ഹാവിങ് ആംസ് ടൈപ്പും അതേപോലെ തന്നെ ലെഗും. ഓക്കെ, അവർക്ക് ആ ടൈമിൽ എന്താണ് ഫുഡ് മര്യാദ കഴിക്കാനൊന്നും പറ്റത്തില്ല. സോ ഹെൽപ്പ് വേണം. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് നോട്ട് മൈൻഡ് ടു ബി ഡെഫ് ഫോർ എ ഡേ ബട്ട് ബീയിങ് ബ്ലൈൻഡ് ആക്ച്വലി സ്കേർസ് ഹർ. ഡെഫ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താണ് ബ്ലൈൻഡ് എന്നെ നല്ല രീതിയിൽ ട്രബിൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് ഞാൻ ഓരോ എൻ്റെ സ്റ്റെപ്പിലും ഞാൻ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെന്ന് ചോദിച്ചു, നമ്മളിപ്പോൾ നടന്ന് എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഇൻ പ്ലേ ഗ്രൗണ്ട് ഐ സെറ്റ് വി ആർ വാക്കിംഗ് ടുവേർഡ്സ് ദ ഹൗസ്. മിസ് ബീൻ is walking up and down the garden with a tall girl. What is the girl wearing? My little friend asked. A blue cotton skirt and a pink blouse. I think it is Millie, she said. What color is her eyes? Very light. I said, yes, that is Millie. She is the head girl. Here is one old man tying up roses. I said, yes, that's Peter. He's the gardener. He's 100 of years old. And here comes a girl with curly red hair. She is on crunch. That's Anita, she said. ഓക്കെ, അപ്പോൾ കണ്ട കാഴ്ചകളും മൊത്തം ഈ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ എന്ത് പറഞ്ഞു, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഓദറിനോട് കുട്ടി ചോദിച്ചപ്പോൾ ഓദർ എന്ത് പറഞ്ഞു, നമ്മുടെ മിസ് ബീം അങ്ങാടും ഇങ്ങാടും ഒരു ടോൾ ഗേളിൻ്റെ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഇതായ കൊച്ചു ചോദിച്ചു അവൾ എന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. എ ബ്ലൂ കോട്ടൺ സ്കേർട്ടും അതേപോലെ തന്നെ ഒരു പിങ്ക് ബ്ലൗസാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് മില്ലിയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് ചോദിച്ചു, വാട്ട്സ് എ കളർ ഓഫ് ഹെയർ, അവളുടെ മുടിയുടെ കളർ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വെരി ലൈറ്റ് ഷെയ്ഡ്. ഓക്കെ, ലൈറ്റ് ഷെയ്ഡാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പറഞ്ഞു യെസ് അത് മില്ലിയാണ്, അവളാണ് ഇവിടുത്തെ ഹെഡ് ഗേൾ എന്ന് പറഞ്ഞു. അതേപോലെ എന്ത് പറഞ്ഞു, ഓദർ പറഞ്ഞു ഇവിടെ ഒരു മാൻ ഉണ്ട്, ഒരു ഓൾഡ് മാൻ ടൈയിങ് അപ്പ് റോസൊക്കെ നടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവൾ എന്ത് പറഞ്ഞു, യെസ് അതാരാണ്, അത് മിസ്റ്റർ പീറ്ററാണ്, അയാൾ ഇവിടുത്തെ ഗാർഡനറാണ്, അയാൾ ഇവിടെ 100 years ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിനുശേഷം എന്താണ്, ഇവിടെ ഒരു കേളി റെഡ് ഹെയർ ആയിട്ടുള്ള ഗേൾ ഉണ്ട്, അവൾ എന്തിലാണ്, ക്രഞ്ചസിലാണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാലിനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ലേ നടക്കാൻ വേണ്ടിയിട്ട്, ഈ ഫിഗറിൽ കാണുന്ന പോലത്തെ ഒരു സംഭവം. ഓക്കെ, യെസ് അത് അനിതയാണെന്നും നമ്മുടെ ഈ കുട്ടി പറഞ്ഞു. ഓക്കെ, and so we walked on gradually. I discovered
that I was 10 times more thoughtful than I ever thought I could be. I also realized that if I had to describe people, things, or something else, it made them more interesting to me. When I finally had to leave, I told Miss B that I was very sorry to go. Ha, she replied. Then there is something in my system all after all. Okay, അപ്പം എന്താണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടന്നുപോയി. അതിന് ശേഷം എന്താണ് ഗ്രാജുവലി നമ്മുടെ ഓതറിന് മനസ്സിലായി എന്താണ് ഈ പിള്ളേർ എത്രമാത്രം ബുദ്ധിമാന്മാരാണ് അല്ലേ. ഈവൻ ഒരു ഡ്രസ്സിൻ്റെ കളറോ അതല്ലെങ്കിൽ എന്താണ് ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് അവർക്ക് ബാക്കിയുള്ളവരെ തിരിച്ചറിയാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ നറേറ്റർ ബിക്കം മോർ തോട്ട്ഫുൾ ആൻഡ് സെൻസിബിൾ ടുവേർഡ്സ് ദ ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി. അപ്പോൾ ഡിസബിലിറ്റീസ് ഉള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നമ്മുടെ ഓതർ എടുക്കാൻ തുടങ്ങി. ആൻഡ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ലീവ് ദ പ്ലേസ്. ഇവിടെ വിട്ടു പോകാൻ നമ്മുടെ ഓതറിന് തോന്നുന്നില്ല. ബട്ട് ഹി ഹാഡ് ടു ഗോ. അത് പക്ഷെ എന്താ നമ്മുടെ ഓതറിന് പോയേ പറ്റൂ. മിസ് ബീം പ്രൗഡ്ലി സെഡ് ദാറ്റ് ദ സിസ്റ്റം ഓഫ് അവർ സ്കൂൾ വാസ് സോ സ്പെഷ്യൽ ആൻഡ് യുണീക്ക് ദെൻ ദ വിസിറ്റേഴ്സ് ഓൾസോ ഫീൽ സോ. അപ്പോൾ മിസ് ബീം പറഞ്ഞു എൻ്റെ സ്കൂൾ അതാണ് ഇത്ര സ്പെഷ്യൽ, എന്താണ് വിസിറ്റേഴ്സിന് പോലും ഇവിടെ നിന്ന് പോകാൻ തോന്നാറില്ല. അതാണ് എൻ്റെ സ്കൂളിൻ്റെ സ്പെഷ്യാലിറ്റി. അതാണ് ഇവിടുത്തെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്കൂൾ. എന്ത് ഡിഫറൻസ് ആണുള്ളത്? സാധാരണ സ്കൂളിനെ അപേക്ഷിച്ച് പിള്ളേരിൽ വളരെ ഗുഡ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഒരു സ്കൂൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓതറിൻ്റെ പേര് E.V. ലുസാക്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ലെസൺ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.